വീണുകിടക്കുന്ന പേപ്പറിൽ അള്ളാഹ് എന്നൊരു എഴുത്തായിരുന്നു ബിശ്റുൽ ഹാഫി തങ്ങൾ കണ്ടത്. ചെളി പുരണ്ടിരിക്കുന്ന ആ പേപ്പർ കണ്ടപ്പോൾ മഹാന്റെ ഹൃദയം പിടച്ചുപോയി. അതെടുത്ത് വൃത്തിയാക്കി കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള 2 ദിർഹം കൊണ്ടൊരു സുഗന്ധം വാങ്ങി അതുകൊണ്ട് ആ പേപ്പറിന് പുരട്ടി ആ പേരുള്ള പേപ്പർ, അള്ളാഹ് എന്നെഴുതിയിരിക്കുന്ന പേപ്പർ സുഗന്ധപൂരിതമാക്കി. അക്കാരണം കൊണ്ടാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ചരിത്രത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്, അള്ളാഹു ബഹുമാനിച്ച ഏത് കാര്യത്തിനെ ബഹുമാനിച്ചാലും ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അയാളെ എത്തിക്കും. അത് ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് മാത്രമുള്ളതല്ല. ആര് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചാലും, പള്ളി, കിതാബ്, ഉപ്പ, ഉമ്മ, മഹാന്മാർ, മഖ്ബറ, ഇങ്ങനെ ബഹുമാനിക്കേണ്ട ഓരോ കാര്യത്തിനെയും ബഹുമാനിക്കുന്നവർക്ക് അയാളെ അള്ളാഹു തീർച്ചയായിട്ടും ഏറ്റെടുക്കും. ല ഉത്വയ്യിബന്ന ഇസ്മക ഫിദ്ദുന്യ വല്ലാഖിറ. ബിശ്ർ, നിങ്ങളുടെ പേര് ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ഉയരങ്ങളിലേക്ക് എത്തിക്കും, ഭംഗിയാക്കും, പേര് സുഗന്ധപൂരിതമാക്കും. മഹാനവറുകൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ ഇപ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നത് ആ നിലത്ത് വീണിരിക്കുന്ന പേപ്പറിൽ അള്ളാഹ് എന്നൊരു പേരുണ്ടല്ലോ, ആ ബഹുമാനിക്കാൻ വേണ്ടി മഹാനവറുകൾ കുനിഞ്ഞ അല്ലെങ്കിൽ അതെടുക്കാൻ വേണ്ടി നിവർന്ന ആ കുറച്ച് സെക്കൻഡുകളാണ് മഹാൻ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. നമ്മുടെയും സഞ്ചാര വഴിയിൽ ആത്മീയമായി ഉയരങ്ങളിലേക്കെത്താൻ അള്ളാഹ് ബഹുമാനിക്കാൻ പറഞ്ഞ എല്ലാത്തിനെയും ബഹുമാനിക്കണം. ബാങ്കിനെ ബഹുമാനിക്കണം, കിതാബുകളെ ബഹുമാനിക്കണം, വലിയവരെ ബഹുമാനിക്കണം, പള്ളിയെ ബഹുമാനിക്കണം. എല്ലാ മനുഷ്യരോടും ഒരു ആദരവുണ്ടാവണം. ആരെയും കൊച്ചാക്കരുത്, ആരെയും ചെറുതാക്കരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്. നമ്മളെക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്ത് അള്ളാഹുലേക്ക് അടുത്ത മഹാന്മാർ, അവർ മറവിട്ട് കിടക്കുന്ന മഖ്ബറകൾ, നമ്മളെ പോറ്റി വളർത്തിയ ഉപ്പമാർ, ഉമ്മമാർ, ഇവരെല്ലാം ബഹുമാനിക്കണം. അതിനാണ് തഖ്വ എന്ന് പറയുക. തഅലീമു മാ അല്ലമഹുല്ലാഹ്. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.